ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 നോമ്പിൻ്റെ 19 ദിവസം, മാർച്ച് മാസം 8 ഇന്നത്തെ ചിന്ത, നോമ്പ് അയക്കപ്പെട്ട അനുഭവത്തിൻ്റെ അച്ചടക്കം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നോമ്പിൽ ഒരു യാത്രയുണ്ട്. യാത്രയിലാകുക എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക, അവിടെ ആയിരിക്കുക, പുതിയ അവസ്ഥയുടെ പ്രത്യേകതകൾ എന്ത് എന്ന തുറന്ന മനസ്സോടെ മനസ്സിലാക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്ത് മേൽത്തരമായ അനുഭവങ്ങളിലേക്ക് വളരുവാനുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്ന ഒരു യാത്ര. നോമ്പ് ഒരു യാത്രയാണ്. പക്ഷെ അപ്രകാരമുള്ള ഒരു മനോഭാവത്തിലോ ആത്മീകമായ പരിജ്ഞാനത്തിലോ അല്ല നോമ്പിനെ പറ്റി നാം ചിന്തിക്കുകയും നോമ്പിനെ ആചരിക്കുകയും ചെയ്യുന്നത് എന്നതുകൊണ്ട് അവഗണിച്ച് കിടക്കുന്ന ഈ ഒരു ആത്മീയ വശത്തെ ഒന്ന് ഓർത്തെടുക്കുവാൻ ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് ശിഷ്ടമുള്ള സമയം നോട്ട്സ് മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്, അനന്തരം പരിശുദ്ധാത്മാവ് യേശുവിനെ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയും. അപ്പോൾ വാസ്തവത്തിൽ നോമ്പിൻ്റെ ആരംഭം, ആത്മീയമായ അർത്ഥമുള്ള നോമ്പിൻ്റെ ആരംഭം മരുഭൂമി യാത്രയിൽ കൂടെ ആയിരിക്കണം എന്ന ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നോമ്പ് സംബന്ധമായ ചിന്തകളും ആചാരങ്ങളും ഒന്നും ഇതിനെ പരിഗണിക്കാറില്ല എന്ന് ഈ തരുണത്തിൽ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. അപ്പോൾ യേശുവാണ് നമ്മുടെ മാതൃകയെങ്കിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് വളരെ വിചിത്രമായ ഒരു യാത്രയിൽ നിന്നാണ്. സാധാരണ ആളുകൾ മണലാരണ്യത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ നല്ല സാഹചര്യത്തോടെ ജീവിക്കാൻ സാധ്യതയുള്ള ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ യേശു നേരെ മറിച്ചാണ്. അവൻ മണലാരണ്യത്തിലേക്കാണ്, മരുഭൂമിയിലേക്കാണ് യാത്ര ചെയ്തത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മരുഭൂമിയിൽ നിന്നായിരുന്നു എന്നത് വളരെ പ്രത്യേകമാണ്. എന്നാൽ നമ്മുടെ മതബോധത്തിലോ ആചാരത്തിലോ കാഴ്ചപ്പാടിലോ ഈ ഒരു സാധ്യതയേ ഇല്ല. നമ്മുടെ മത ആചാരങ്ങളെല്ലാം നമുക്ക് സുപരിചിതമായ സ്ഥലങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യമനുസരിച്ച് ഒരു വിധത്തിലും ജീവിതത്തിൻ്റെ ചലനാത്മകതയെ ഉൾക്കൊള്ളാത്ത വിധത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ആണ്ടുതോറും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക, ആചരണത്തിൻ്റെ ആവർത്തനം മാത്രമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന വളരെ ശോചനീയമായ, അർത്ഥശൂന്യമായ, ഫലശൂന്യമായ അവസ്ഥയെ തിരിച്ചറിയുന്ന ഒരനുഭവമായി 2026 നോമ്പ് ധ്യാനങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആരാണ്? ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പോലെ, ക്രിസ്ത്യൻ ഈസ് വൺ ഹു ഈസ് സെൻഡ് ഔട്ട് ബിയോണ്ട് മാൻ മെയ്ഡ് ബൗണ്ടറീസ്. നാം എല്ലാവരും ജീവിക്കുന്നത് മനുഷ്യനിർമ്മിതമായ മതിലുകൾക്കുള്ളിലാണ്. പക്ഷേ മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണെന്നും ദൈവം പറഞ്ഞിട്ടാണെന്നും ഒക്കെ കള്ളം പറഞ്ഞ് മനുഷ്യനിർമ്മിതമായ നിബന്ധനകൾക്ക് അതിരില്ലാത്ത അധികാരം കൃത്രിമമായി നേടിയെടുക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്ന ഒരു രീതി മതത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നാം മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിനുള്ളിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വീര്യം എന്താണെന്ന അനുഭവത്തിൽ കൂടെ അറിയുവാനുള്ള അവസരം ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് വിശ്വാസം എന്നൊരു വെറും വാക്കായോ ശബ്ദമായോ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അതൊരു വലിയ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ, പർവ്വതങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ പര്യാപ്തമായ വലിയൊരു ശക്തിയാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നാം
ഇന്ന് തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് നിർജീവമായി ഒരേ സ്ഥലത്ത് വർഷങ്ങളോളം ദശകങ്ങളോളം യാതൊരു മാറ്റവുമില്ലാതെ ഏതാണ്ട് ശ്വസിക്കുന്ന ശവങ്ങളായി മാത്രം സ്ഥിതി ചെയ്യുന്ന നിഷ്ക്രിയതയുടെ അനുഭവവും, ആ അവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് വല്ല ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൈപ്പറ്റാനുള്ളൊരു മാർഗവുമായിട്ടാണ് നമ്മുടെ ഭക്തി ഇന്ന് നിലനിൽക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നാം നോയമ്പിനെ മനസ്സിലാക്കുന്നത് ഏതാണ്ട് വർജിച്ചു എന്നതിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പരമ്പരയിൽ ആകമാനം നോമ്പ് വർജിക്കുകയല്ല, ആർജിക്കുകയാണ്. അല്ലെങ്കിൽ നോമ്പിൻ്റെ അർത്ഥം വർജിക്കുക എന്നുള്ളതല്ല, ആർജിക്കുക എന്നതായിരിക്കണമെന്ന ഒരു തിരുത്തലിൻ്റെ ലക്ഷ്യം ആദ്യം മുതലേ നിലനിർത്തുവാൻ അത് ഓരോ ഘട്ടത്തിലും ആവർത്തിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീരുന്നത്. നമുക്കതുകൊണ്ട് ഈ നോയമ്പിനെ ഒരു യാത്ര എന്ന ആശയത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, പഴയ നിയമത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് അവൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും അവൻ്റെ സുപരിചിതമായ സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥയുടെ മധ്യത്തിൽ നിന്നും വിളിച്ച് തികച്ചും അപരിതമായൊരു സ്ഥലത്തേക്ക് അയക്കുകയാണ്. അവന് മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് അയക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ അനുഭവം തന്നെയാണ്. അർത്ഥവത്തായ നോമ്പ് ആരംഭിക്കുന്നത് പ്രകാരം സുപരിചിതമായ അവസ്ഥയിൽ നിന്ന്, നിർജീവമായ അവസ്ഥയിൽ നിന്ന് ദൈവം നമുക്കായി കണ്ടിട്ടുള്ള, നമുക്ക് പരിചയമില്ലാത്ത വലിയ വലിയ സാധ്യതകൾ നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് പോകുവാനുള്ള മനസ്സാണ് വാസ്തവത്തിൽ നോയമ്പിൻ്റെ മനസ്സ്. ആ മനസ്സിലില്ലാത്ത ആചാരങ്ങളാണ് ഇപ്പോൾ നമ്മളിടെ നിൽക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയുക. എന്നാൽ പഴയ നിയമത്തിലെ ആ യാത്രയ്ക്ക് വ്യത്യസ്തമായൊരു യാത്ര യേശു തൻ്റെ ഉപമയിൽ ഉൾക്കൊള്ളിച്ചത് നമുക്കറിയാം. മുടിയനായ പുത്രൻ്റെ ഒരു യാത്ര പോകുകയാണ്. അവനും ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അബ്രഹാം ദൂരദേശത്തേക്ക്, തികച്ചും അപരിചിതമായ ദേശത്തേക്ക് യാത്ര ചെയ്തു, ദൈവത്തിൻ്റെ നിർദ്ദേശത്താൽ പോയി. എന്നാൽ ഉപമയിൽ കാണുന്ന പുത്രൻ അവൻ ദൂരദേശത്തേക്ക് പോയി, അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി, സുഖം അനുഭവിക്കണം, യാതൊരു നിബന്ധനയുമില്ലാതെ അർമാദിക്കണം എന്ന ഒരേ ലക്ഷ്യത്തിൽ അവൻ പോയി. രണ്ടും യാത്രയാണ്. പക്ഷെ അവൻ്റെ യാത്ര ഭവനരാഹിത്യത്തിലേക്കായിരുന്നു, എ ജേർണി ടുവേർഡ്സ് ഹോംലെസ്നെസ്. പക്ഷെ ഈ ഭവനരാഹിത്യവും ഒരു വിധത്തിലുള്ള മണലാരണ്യമാണ്. ഞാൻ ആ വിഷയം കൂടുതലായി കൈകാര്യം ചെയ്താൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ യാത്രയും ഈ മുടിയനായ പുത്രൻ്റെ യാത്രയും ഏതാണ്ടൊക്കെ സമാന്തരമാണ് എന്ന് തോന്നിയാലും തികച്ചും വ്യത്യസ്തമാണ്. യേശു മണലാരണ്യത്തിലേക്കുള്ള മരുഭൂമിയിലേക്ക് പോയത് നഷ്ടപ്പെട്ടു പോയ ജനത്തെ അന്വേഷിച്ചിട്ടാണ്. മുടിയനായ പുത്രൻ ദൂരദേശത്തേക്ക് പോയത് നഷ്ടപ്പെട്ടു പോകുവാനാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ, നഷ്ടപ്പെട്ടു പോയ ആളുകളെ അന്വേഷിച്ച് യഥാസ്ഥാനത്ത് ആക്കുവാനാണ് താൻ ലോകത്തിലേക്ക് വന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധം നമ്മുടെ നോയമ്പിലുണ്ടോ ഇല്ലയോ, നമ്മുടെ തന്നെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സ് നമുക്കുണ്ടോ, തിരിച്ചറിഞ്ഞാൽ അതിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ സ്വീകരിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? യേശു ബത്സയിലെ കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് ചോദിച്ച പോലെ നിനക്ക് സൗഖ്യം പ്രാപിപ്പാൻ മനസ്സുണ്ടോ എന്ന ചോദ്യവും ഈ നോമ്പിനോടനുബന്ധിച്ച് പൊന്തി വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നാം യേശുവിൻ്റെ മാതൃകയാണ് പരിഗണിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യക്തമായി തെളിഞ്ഞു വരുന്ന ഒരു കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിർമ്മിതമായ മതിലുകളും മാനസികമായ അകൽച്ചകളും അതിജീവിച്ച് ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ നിർവഹിക്കത്തക്കവണ്ണം ദൈവ നിശ്ചിതമായ ഇടങ്ങളിലേക്ക് നിബന്ധനകൾ കൂടാതെ പോകുവാനും അത് വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ അപ്രകാരമുള്ള ഒരവസ്ഥ പ്രാപിപ്പാൻ മനസ്സുണ്ടാകുകയും അതിനുശേഷം നമുക്ക് അനുഭവവിദ്യമാകുന്ന കാര്യങ്ങളിലെ ആത്മീയത മനസ്സിലാക്കാനുള്ള ത്രാണിയുമാണ് ഈ നോമ്പ് കാലത്ത് ഏറ്റവും അധികമായി നാം കാക്ഷിക്കേണ്ടത്. നമുക്കറിയാം, യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതാണ് നമുക്ക് നൽകിയ മാതൃക. യഹൂദന്മാർ ഒരിക്കലും പോകുവാൻ കൂട്ടാക്കാതിരുന്ന ശമര്യക്കാരുടെ നാട്ടിൽ യേശു പോകുന്നു.
യഹൂദന്മാർ പോകുവാൻ താല്പര്യപ്പെടാതിരിക്കുന്ന ഗദരയിലെ ശവക്കോട്ടയിൽ യേശു ചെന്ന് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. യഹൂദന്മാർ വരുത്തിരുന്ന ചുങ്കക്കാരുടെ മധ്യേ യേശു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സഖായിയെ യേശു യഥാസ്ഥാനത്താക്കുന്നു. യഹൂദന്മാർ തൊടാൻ എപ്പോഴും അറച്ചിരുന്ന കുഷ്ഠരോഗികളെ യേശു മനഃപൂർവ്വം കൈനീട്ടി തൊടുന്നു. അങ്ങനെ നാം നോക്കുമ്പോൾ നാനാവിധമായ മതിലുകൾ, മനുഷ്യനിർമ്മിതമായ മതിലുകൾ അതിജീവിക്കുന്ന ഒരു സ്വഭാവം യേശുവിൻ്റെ വ്യക്തിത്വത്തിലും പരസ്യശുശ്രൂഷയിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ആരംഭം കുറിക്കുന്നത് മണരാരണ്യത്തിലെ ആത്മീയ അനുഭവമാണ്, മരുഭൂമിയിലെ അവസ്ഥയായിരുന്നു എന്നത് സുവിശേഷം വളരെ വ്യക്തമായി നമ്മെ ധരിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിധത്തിലാണ് നമ്മുടെ നോയമ്പിൻ്റെ അറിവും ആചാരങ്ങളും ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പഴയ കാര്യങ്ങൾ അതുപോലെ നിലനിർത്തുന്നതിൻ്റെ മാത്രം പരിഗണനയിൽ ആചരിക്കപ്പെടുന്ന ഒരു ആവർത്തനമാണ്. നാം കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക് കടന്നു പോകണമെന്ന് ഈ നോമ്പിൽ ദൈവം നമ്മോട് പറഞ്ഞാൽ പോയി പണി നോക്കാൻ നമ്മൾ പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് എന്ന് പറയുന്നത് വർജിക്കുക, ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ദ ലെൻഡ് ഓഫ് ഡെപ്രിവേഷൻ. മുട്ട തിന്നാതിരുന്നു, പാല് കുടിച്ചില്ല, അതിനകത്തുകൊണ്ട് വലിയ കാര്യമുണ്ട്, ആത്മീയമായ ഗുട്ടൻസ് ഉണ്ട് എന്ന വിധത്തിൽ നാം നമ്മെ തന്നെ ഇങ്ങനെ അനുമോദിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ അനുഭവത്തിൽ ഇതിൻ്റെ വീര്യം എന്തായിരുന്നു, പ്രയോജനം എന്തായിരുന്നു എന്നൊന്നും ഒരിക്കലും നാം ചിന്തിക്കാറില്ല. ഒരു പക്ഷേ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ വരുന്നു, കടന്നു പോകുന്നു, നമ്മുടെ ലെൻറ്റുകൾ വരുന്നു, കടന്നു പോകുന്നു എന്നല്ലാതെ ഇത് ആചരിക്കുന്നവരും ആചരിക്കാത്തവരും എല്ലാം ഒരു തുല്യമാണ്. ഒരു വ്യത്യാസവും രണ്ട് കൂട്ടരുടെ മധ്യത്തിൽ കാണാൻ നമുക്ക് സാധ്യമല്ല എന്നത് തന്നെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് നാം ഈ ലെൻഡ് ആചരിക്കുമ്പോൾ, നോമ്പ് ആചരിക്കുമ്പോൾ അതിൻ്റെ ആരംഭം തന്നെ ഒരു തിരിച്ചറിവായിരിക്കണം. അതെന്താണ്? നമ്മുടെ അവസ്ഥയിൽ, മനുഷ്യജാതിയുടെ അവസ്ഥയിൽ പ്രമാദമായ ഒരു പ്രശ്നം സ്ഥിതി ചെയ്യുന്നുണ്ട്. There is something seriously wrong in our present state. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് യേശു വിളിച്ചു പറയുന്നു. ഈ മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യം എന്താണ്? മനുഷ്യൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ മേന്മേറിയതാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ മാനസാന്തരപ്പെടുകയോ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അപ്പം നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അപകടകരമാണ്. ദൈവം വിഭാവന ചെയ്ത അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇത് മരണത്തിൻ്റെ വഴിയാണ്, അപകടം മാത്രമാണ് ഇതിൻ്റെ സാധ്യത എന്നത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നാം ഇപ്പോൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പിനെ ആചരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അർത്ഥവത്തായ മാറ്റം വരുത്തുവാൻ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുവാനോ ഒന്ന് സ്വീകരിപ്പാനോ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഈ നോമ്പ് കാലത്ത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പന്തികേട് എന്താണ്? വാട്ട് ഈസ് റോങ് വിത്ത് ആർ പ്ലൈറ്റ്, ആർ സ്റ്റേറ്റ്? അതിൻ്റെ ഉത്തരം സുവിശേഷത്തിൽ വ്യക്തമായി നൽകുന്നത് കൊണ്ട് കൂടുതൽ ചിന്താക്കുഴപ്പത്തിന് ആവശ്യമില്ല. വി ആർ അഫ്ലിക്റ്റഡ് ബൈ ഓൾ റൗണ്ട് ഏലിയനേഷൻ. നാം ദൈവകൃപ വിട്ട് നാം ദൂരസ്ഥരും അന്യരുമായി തീർന്നിരിക്കുന്നു. നാം ദൈവത്തിലാണ് വസിക്കുന്നത് എങ്കിലും ഇന്ന് നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ദൈവ സന്നിധിയിൽ അടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നാം അധപ്പതിച്ച് ദൈവത്തോട് ഒന്നായിരിക്കുന്നു എന്ന അനുഭവത്തിൽ നാം ആയിരിക്കണമെന്ന് യേശു വിഭാവന ചെയ്തതിന് തികച്ചും വ്യത്യസ്തമായി ദൈവത്തിൽ നിന്ന് വളരെ വളരെ ദൂരീകരിക്കപ്പെട്ട് അന്യരും പരദേശികളുമായി നാം ഇപ്പോൾ കഴിയുകയാണ്. അപ്പോൾ ഈ അന്യത്വം, ഏലിയനേഷൻ, ഈ അന്യത്വമാണ് മനുഷ്യരാശിയെ പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാവ്യാധി, മഹാമാരി, ഏറ്റവും വലിയ രോഗം. The greatest, the most universal illness of humanity is alienation. ഇത് ഈ നോമ്പ് കാലത്ത് നാം കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരാശി ആകമാനം രോഗബാധിതമാണ്. ആ രോഗത്തിൻ്റെ പേരെന്താണ്? അകൽച്ച, ഏലിയനേഷൻ. അതുകൊണ്ട് യേശു ലോകത്തിലേക്ക് വന്നത് മനുഷ്യജാതിയെ ആകമാനം ദൈവത്തോട് നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ്.
ആ നിരപ്പാക്കുന്ന പ്രക്രിയയുടെ പേരാണ് സൗഖ്യം എന്നുള്ളത്. രോഗശാന്തി, സൗഖ്യം എന്നൊക്കെ പറയുമ്പോൾ അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരീരത്തിൻ്റെ വിമിഷ്ടമെന്ന് മാറിയതുകൊണ്ട് സൗഖ്യം പ്രാപിച്ചു എന്ന ഒരു നിഗമനത്തിലെത്തുവാൻ വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ സാധ്യമല്ല എന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ നാം അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, നാം അകൽച്ചയിലാണ്. അതിൻ്റെ ചില മുഖങ്ങൾ, വശങ്ങൾ പ്രത്യേകം പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുക. നമ്മുടെ സാമൂഹ്യമായ ജീവിതത്തിൽ നാം വാസ്തവത്തിൽ മരുഭൂമിയിലാണ്. നമ്മുടെ സോഷ്യൽ ലൈഫ്, വി ആർ ഇൻ സോഷ്യൽ വിൽഡർനെസ്. നമുക്കറിയാം ആധുനിക ലോകം മനുഷ്യരിൽ നിന്നകന്ന് അവൻ്റെ സാമൂഹ്യ ജീവിതം ഏതാണ്ട് വെടി തീർന്ന പോലെ തന്നെയാണ്. മനുഷ്യൻ വെറും പരസ്പര ബന്ധമില്ലാതെ എപ്പോഴും കറങ്ങി നടക്കുന്ന ആറ്റങ്ങൾ പോലെയാണ്, അണുക്കൾ പോലെയാണ്. അതാണ് ആറ്റമൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആധുനിക ലോകത്തെപ്പറ്റി, ആധുനിക സമൂഹത്തെയും സംസ്കാരത്തെയും പറ്റി ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള എല്ലാവരും പറയുന്നത് ആധുനിക യുഗത്തിലെ സമൂഹം ചിതറിക്കപ്പെട്ട, ഓരോ വ്യക്തിയും പരസ്പര ബന്ധമില്ലാത്ത അണുക്കളെ പോലെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കറങ്ങി നടക്കുന്ന ഒരു ഭിന്നിപ്പിൻ്റെ അവസ്ഥയിലാണ്. സോഷ്യൽ അനോമി എന്ന് പറയും. സോഷ്യൽ അനോമി, ANOMI. അപ്പം അത് നമ്മുടെ സാമൂഹ്യമായ മരുഭൂമി അവസ്ഥ സൂചിപ്പിക്കും. രണ്ടാമത് നമ്മുടെ വ്യക്തി ബന്ധങ്ങൾ, ഇന്റർപേഴ്സണൽ വിൽഡർനെസ്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു അർത്ഥവും സ്ഥിരതയും സന്തോഷവും ഫലപുഷ്ടിയുമില്ലാതെ ബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെ അപകടമാണ്. ബന്ധത്തിലേർപ്പെടുന്നതോടുകൂടെ അതിലേർപ്പെടുന്ന ആളുകളുടെ ഏകാന്തത, ഒറ്റപ്പെട്ട അവസ്ഥയ്ക്ക് കൂടുതൽ മൂർച്ചയുണ്ടാകുന്നു എന്ന ഒരു വിരോധാഭാസമാണ് എന്ന് പൊതുവായി നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതും നാം പരിഗണിക്കേണ്ട യാഥാർത്ഥ്യമാണ്. മൂന്നാമത് സൈക്കോളജിക്കൽ വിൽഡർനെസ്, മാനസികമായ മരുഭൂമി. ഇവിടെ മനുഷ്യരിൽ നിന്ന്, ഒരു വ്യക്തി അവനിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെട്ട് അവൻ ആരാണെന്ന് അവൻ അറിയാൻ വയ്യാത്ത വിധത്തിൽ പലപ്പോഴും അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഭദ്രത നശിപ്പിക്കുമാറാൻ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. മനുഷ്യൻ, ഓരോ വ്യക്തിയും അവൻ്റെ തന്നെ ശത്രുവായി തീരുന്ന ഒരവസ്ഥ. അതാണ് നാം ഈ മാനസികമായ മരുഭൂമി എന്ന് പറയുന്നത്. എല്ലാറ്റിനും ഉപരിയായി ആത്മീയമായ മരുഭൂമിയിലാണ്, സ്പിരിച്വൽ വിൽഡർനെസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നാം ദൈവത്തോട് വളരെ ദൂരെയായിരിക്കുന്നു. കണ്ടാൽ ലോകാവസാനത്തോളവും എല്ലാം നാളെ ഞങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ എന്നിൽ വസിപ്പിച്ച് നിങ്ങളിലും വസിക്കുക. യേശു വന്നത് ഇമ്മാനുവേലായിട്ടാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെയുണ്ട്. എങ്കിലും എല്ലാം കഴിഞ്ഞ് പറഞ്ഞു വരുമ്പോൾ ദൈവം നമുക്ക് അന്യനാണ്, നാം ദൈവത്തിന് അന്യരാണ്, പരദേശികളാണ്. ഈ ഒരു ധാരണയിൽ നിന്ന് നമുക്ക് വിട്ടുപോകാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ദൈവകേന്ദ്രീകൃതമല്ലാത്ത ഒരു മത സംവിധാനം ഉണ്ടാക്കി നാം അതിൽ മാത്രം പൂട്ടി ഇടപെട്ട് കഴിയുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തോടുള്ള അകൽച്ച മാത്രമേ നമുക്ക് അവകാശമാകുകയുള്ളൂ. ആ അവസ്ഥയിലാണ് നാം നമ്മുടെ മതത്തെയും ഭക്തിയെയും ആരാധനകളെയും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മതം തന്നെ നാം ദൈവത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടവരാണ്, ദൂരീകരിക്കപ്പെട്ടവരാണ് എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് പള്ളിയിൽ ചെന്നാൽ മദ്ബഹായിൽ പുരോഹിതന് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ, സാധാരണക്കാരുടെ കാലുകുത്തിയാൽ പ്രവേശിച്ചാൽ ദൈവത്തിന് തുമ്മൽ വരും. അത് നമുക്കറിയാം. ശബരിമലയിൽ അതിനേക്കാൾ വ്യക്തമായിട്ടുണ്ട്. അവിടെ സ്ത്രീകൾ, പുരുഷന്മാർ കയറിക്കോ കുഴപ്പമില്ല, സ്ത്രീകൾ 10 വയസ്സിനും 50 വയസ്സിനുള്ള സ്ത്രീകൾ കയറിയാൽ ശാസ്താവിന് ജ്വരം പിടിക്കും. ഇതെല്ലാം അകൽച്ചയുടെ ഭ്രാന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇത് വലിയ ഭക്തിയുടെ പാരമ്യമാണെന്ന് വിശ്വസിക്കുന്ന ഈ വർഗീയ മണ്ടത്തരം എന്ന് അവസാനിക്കുമോ ആവോ? അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ തന്നെ തീണ്ടലാണ്. കത്തോലിക്കരും ബാക്കിയുള്ള ക്രിസ്ത്യാനികളും യേശുവിൻ്റെ ശരീര രക്തങ്ങളെ പങ്കിടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വിഭവം ചെയ്യാൻ ഒക്കുമോ? അങ്ങനെ സാധിക്കുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് കത്തോലിക്കൻ ആചരിക്കുന്ന, കത്തോലിക്കൻ അനുഗ്രഹിച്ച് നുറുക്കി കത്തോലിക്ക വിശ്വാസികൾക്ക് കൊടുക്കുന്ന യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ സ്വീകരിച്ചാൽ അതൊരു വലിയ അപകടമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്. അവർ കൈകാര്യം ചെയ്യുന്ന യേശുവിൻ്റെ ശരീരമോ രക്തമോ അല്ല, നമ്മളും ബാക്കിയുള്ളവരും അത് തന്നെയാണ്. ആരും യേശുവിൻ്റെ ശരീര രക്തങ്ങളെ അല്ല കൈകാര്യം ചെയ്യുന്നത്,
ഓരോരുത്തരും അവരുടേതായ മതപരമായ കച്ചവടം നടത്തുന്നു. അതുകൊണ്ട് വലിയ സംഭവമാണ്, അത് യേശുവിൻ്റെ ശരീര രക്തങ്ങളാണ്, അത് കഴിച്ചാലുണ്ട് യേശു നിങ്ങളുടെ ഉള്ളിലാകും എന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്. നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എങ്കിലും ഇത് കള്ളം പറഞ്ഞ് പഠിച്ചത് കൊണ്ട് അത് അപ്പാടെ വിശ്വസിക്കുന്നത് ഏതാണ്ട് ദൈവത്തോട് കാണിക്കുന്ന ഔദാര്യമാണെന്ന ഭോഷത്തരത്തിൽ നാം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ കൊടുക്കുന്നതൊക്കെ പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ പച്ചക്കള്ളമാണ്. ഇത് ചെയ്യുന്നവരത് വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നത് നടിക്കുകയാണ്. ഞാൻ ഈ കൂട്ടത്തോട് വളരെ അടുത്ത് ദീർഘനാൾ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായ നെഞ്ചത്ത് കൈവച്ച് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ പോലും ഇത് വിശ്വസിക്കുന്നതല്ല. പിന്നെ സാധാരണ ആളുകളെ കളിപ്പിക്കാനും അവരെ ചില വിശ്വാസങ്ങളുടെ വടത്തിൽ കെട്ടിയിടുവാനും ഇത് സഹായിക്കുമെന്നതല്ലാതെ ഇതിനപ്പുറത്തൊരു സാധ്യതയും സഭ സംബന്ധമായി കാണുന്നതായി ഒരനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നീ തരുണത്തിൽ ഞാൻ സാക്ഷീകരിക്കുക. അതുകൊണ്ട് മനുഷ്യരാശിയുടെ ഏറ്റവും അടിസ്ഥാനപരവും ഏറ്റവും പ്രാഥമികവും ആവശ്യം എന്താണ്? ദൈവത്തോട് നിരപ്പാക്കപ്പെടണം. അങ്ങനെ ദൈവത്തോട് നിരപ്പാക്കപ്പെടുമ്പോൾ ന്യായമായും അതിൽ കൂടെ തന്നെ നാം അന്യോന്യം പരസ്പരം നിരപ്പാക്കപ്പെടുന്ന അവസ്ഥയിലായിത്തീരും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് 2 കൽപ്പനകൾ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. രണ്ടാമത്തേതും അതുപോലെ തന്നെ എൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ കൂടെ നാം ദൈവത്തോട് പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ വി ബിക്കം റെക്കൺസൈൽഡ് ടു ഗോഡ്. അപ്പോൾ ദൈവത്തോട് ഇപ്രകാരം നാം പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ന്യായമായും സഹജീവികളോടും ആ മനോഹരമായ സ്നേഹമേറിയ അവസ്ഥയിൽ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ പേരാണ് വിടുതൽ എന്നത് ഈ നോമ്പ് കാലത്ത് കൂടുതൽ വ്യക്തമായി നമ്മുടെ മനസ്സിൽ പതിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുക ഈ നോമ്പ് കാലത്തിൻ്റെ പ്രാഥമികമായ കടമയാണ്. യേശു മരുഭൂമിയിലേക്ക് പോയത് മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയുടെ സത്യം എന്താണെന്ന് അതിൻ്റെ നഗ്ന രൂപത്തിൽ അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുവാനാണ്. മനുഷ്യർ മരുഭൂമിയിലാണ് എന്ന് മാത്രവുമല്ല, ആധുനിക മനുഷ്യൻ അവനിൽ തന്നെ ഒരു മരുഭൂമിയാണ്. നാം മരുഭൂമിയിലാണ് എന്നത് മാത്രമല്ല, നാം നമ്മളിൽ തന്നെ മരുഭൂമികൾ കൂടെയാണ്. ഓരോരുത്തരും ഓരോ മരുഭൂമിയാണ്. അങ്ങനെയുള്ള യാഥാർത്ഥ്യം, ഈ ഭീകരമായ അവസ്ഥ, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് മനുഷ്യരാശിയുടെ ആകമാനമായ രോഗമാണ്. ഈ രോഗത്തിന് ശാന്തി ലഭിക്കണമെങ്കിൽ മനുഷ്യൻ ദൈവവുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടണം എന്നതാണ് യേശു പഠിപ്പിക്കുന്നത്. മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് മനുഷ്യന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ ദൈവവുമായി പങ്കാളിത്തം പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ അടിത്തറ എന്ന് പറയുന്നത് ഈ പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തത്തിന് 2 തട്ടങ്ങളുണ്ട്. ഉന്നതത്തിലേക്കുണ്ട്, പിന്നെ പാർശ്വത്തിലേക്കുമുണ്ട്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പാർട്ട്ണർഷിപ്പ്. ഈ വെർട്ടിക്കൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തികളും ദൈവവുമായുള്ള പങ്കാളിത്തം. ഹൊറിസോണ്ടൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വ്യക്തികളും സഹജീവികളും ആയിട്ടുള്ള പങ്കാളിത്തം. ഈ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അന്തസ്സത്തെയും അതിൻ്റെ പ്രവർത്തനോന്മുഖതയും ആർജവവും എനർജിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നത്. അത് പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു മണലാരണ്യത്തിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോയത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത് എന്ന് ഈ തരുണത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കാര്യം വളരെ അത്യാവശ്യമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അവൻ സ്വയം ത്യജിച്ച്. അപ്പം ആ സ്വയം ത്യാഗം, ഈ സ്വാർത്ഥത കൊണ്ട് മാത്രം നമുക്ക് ഒരിടത്തും ഒരു പങ്കാളിത്തം പ്രാപിപ്പാനോ അത് നിലനിൽപ്പാനോ സാധ്യമല്ല. സ്വാർത്ഥതയിൽ കൂടെ ഒരു പങ്കാളിത്തം ഉണ്ടാക്കിയാൽ തന്നെ അത് പരസ്പരം ചൂഷണം ചെയ്യുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പൈശാചികമായ സ്വഭാവം ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധന മുഴുവനും ദൈവത്തെ എപ്രകാരം ഏറ്റവും സമർത്ഥമായി മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്ന താല്പര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. നമ്മുടെ മതവും അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ ആ അവസ്ഥയിൽ അവൻ്റെ അവൻ്റെ കാഴ്ചപ്പാടിൽ
നിർവഹിക്കാവുന്ന ഒരേ ഒരു കാര്യം, ദൈവത്തെ ഏതെല്ലാം വിധത്തിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താമോ, സ്വാർത്ഥത അനുസരിച്ച് അവൻ്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്താമോ, അതിനുള്ള പ്രയോഗങ്ങളിൽ മാത്രമേ മനുഷ്യർ താല്പര്യം വയ്ക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഭക്തി എന്ന് ദയവായി തിരിച്ചറിയുക. ഇത് യേശു നമുക്ക് കാട്ടിത്തന്ന വഴിയുടെ ഘടകവിരുദ്ധമാണ് എന്നതാണ് വചനപരമായ സത്യമെന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കുക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആത്മീയ അർത്ഥമുള്ള നോമ്പ് എന്നാൽ എന്താണ്? അതിൻ്റെ ആരംഭം തന്നെ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങനെ അവിടെ തന്നെ കെട്ടിക്കിടക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ കഴിഞ്ഞ കാലത്തൊട്ടൊക്കെ നാം പ്രാപിച്ച അറിവുകളും താരിപ്പുകളും പരിശീലനങ്ങളും സങ്കല്പങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ ഒന്ന് അതിജീവിച്ച് അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവികമായ അത്ഭുത മർമ്മങ്ങളെയും തുടർന്നും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും അതിൽ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവികമായ ലക്ഷ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് അപ്രകാരം ഒന്ന് വളരുവാനുള്ള ഒരു അവസരം നമുക്ക് കൈവരട്ടെ. അതാണ് യഥാർത്ഥത്തിലുള്ള ലെൻറ്റ് അല്ലെങ്കിൽ നോമ്പ് എന്ന് മനസ്സിലാക്കാൻ ഇടയാകട്ടെ. അപ്പോൾ ഈ നോമ്പ് യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആചരിക്കപ്പെടണം, അല്ലെങ്കിൽ അനുഭവപ്പെടണമെങ്കിൽ, അനുഭവവേദ്യമാകണമെങ്കിൽ അത് സത്യത്തോടുള്ള ഒരു അഭിമുഖമാകണം. ആദ്യ സത്യം നാം നമ്മുടെ അവസ്ഥയെ പറ്റിയുള്ള സത്യമാണ്. രണ്ടാമത്തെ സത്യം അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ അവസ്ഥയിൽ നമ്മെ വിടുവിപ്പാൻ പര്യാപ്തമായ ദൈവികമായ ഇടപെടൽ ചരിത്രത്തിൽ പുത്രനായ ദൈവത്തിൽ കൂടെ സംഭവിച്ചുവെന്നും അവൻ്റെ മാതൃക പിൻപറ്റിയ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഈ നിർജീവമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവൻ്റെയും സമൃദ്ധമായ ജീവൻ്റെയും അടയാളമായി ജീവിപ്പാൻ നമുക്ക് സാധ്യമാകുമെന്നുള്ള വളരെ വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റം, ഒരു വിടുതൽ, ഒരു രൂപാന്തരം പ്രാപിക്കുക, ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് ഈ നോമ്പിൻ്റെ ഉദ്ദേശം. അല്ലാതെ മുട്ട തിന്നായിരുന്നതുകൊണ്ടോ പാല് കുടിക്കാതിരുന്നതുകൊണ്ടോ ഇറച്ചി കഴിക്കാതിരുന്നതുകൊണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തവരാണല്ലോ. നിങ്ങളുടെ ജീവിതത്തിലോ കാഴ്ചപ്പാടിലോ നിങ്ങളുടെ ധാർമ്മികമായ ബോധ്യത്തിലോ ആത്മീയമായ വെളിച്ചത്തിലോ ഒരു കടുക് മണിയുടെ മെച്ചം വരാൻ ഇത് സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദയവായി ചിന്തിക്കുക. അർത്ഥശൂന്യമായ ആചരണങ്ങളിൽ മാത്രം ആത്മീയ ജീവിതത്തെ ഒതുക്കി നിർത്തുന്നത് നാം നമ്മോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു യാത്രയിൽ കൂടെയാണ്. അവൻ മരുഭൂമിയിലേക്ക് പോയി. ആ മരുഭൂമിയിൽ മനുഷ്യൻ്റെ അവസ്ഥയുടെ സത്യം എന്താണെന്ന് തിരിച്ചറിയുകയും ആ സത്യം തിരിച്ചറിയുന്നതിൽ കൂടെ ആ അവസ്ഥയ്ക്കുള്ള വിടുതൽ എന്താണ് എന്ന ബോധ്യമുണ്ടാകുകയും അതിനനുസരിച്ച് ഒരു ദൗത്യം ആവിഷ്കരിക്കാനുള്ള കൃത്യമായ ദർശനം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് നോമ്പ് എന്നുള്ളത്. അപ്രകാരമുള്ള നോമ്പിന് മാത്രമേ ആത്മീകമായ എന്തെങ്കിലും പ്രസക്തിയുള്ളൂ, പ്രയോജനമുള്ളൂ. അല്ലാത്തതൊക്കെ പുതിനാപുസം നടത്തിയതുപോലെ അങ്ങ് ദൂരദേശത്തേക്കുള്ള യാത്രയാണ്. അത് സ്വയം നശിപ്പിക്കാൻ മാത്രം സാധിക്കും. എന്നാൽ അവിടെ നിന്ന് ഭവനത്തിലേക്കൊരു മടക്കയാത്ര കൂടെ ഉണ്ട് എന്നതും സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ആ മടക്കയാത്രയുടെ നോയമ്പായിരിക്കട്ടെ 2026 വർഷത്തെ നോയമ്പ് എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എവർക്കും എൻ്റെ നമസ്കാരം.